36,060 സ്ഥിരം ജീവനക്കാരും 8,682 താൽക്കാലിക ജീവനക്കാരുമുള്ള KSRTCക്ക് 80 കോടിയോളം രൂപ ശമ്പളം നൽകാനും 52 കോടിയോളം രൂപ പെൻഷൻ നൽകാനും പ്രതിമാസം വേണം. KTDFCയിൽ നിന്ന് വായ്പ എടുത്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ശമ്പളവും മറ്റും നൽകിയിരുന്നത്. എന്നാൽ വായ്പ എടുത്തതിന്റെ മുതലിനത്തിൽ മാത്രം 650 കോടിയോളം രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് KTDFC പണം നൽകാതെയായി. ഇതോടെ ശമ്പളവും മുടങ്ങി. SPT വായ്പ നൽകിയ 70 കോടി രൂപയും ബാലൻസ് ഉണ്ടായിരുന്ന 10 കോടി രൂപയും കൊണ്ടാണ് കഴിഞ്ഞ മാസത്തെ ശമ്പളം നൽകിയത്. ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോയാൽ അടുത്ത മാസം എങ്ങനെ ശമ്പളം നൽകുമെന്ന ആശങ്കയിലാണ് കോർപ്പറേഷൻ. ഇതിനിടെ കോർപ്പറേഷന്റെ പ്രതിദിന വരുമാനത്തിലും കാര്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ദിവസവും 4,500ഓളം സർവീസുകൾ നടത്തുന്നത് വഴി 5 കോടിയോളം രൂപയായിരുന്നു കോർപ്പറേഷന് വരുമാനം ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് 3.5 കോടിയായി കുറയുകയും ചെയ്തു. നിലവിലെ കണക്ക് പ്രകാരം KSRTCയുടെ വരവും ചെലവും തമ്മിൽ പ്രതിമാസം 85 കോടിയോളം രൂപയുടെ വ്യത്യാസമാണുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും നഷ്ടത്തിന്റെ കണക്ക് വർദ്ധിച്ചും വരുന്നു. 2004-2005 വർഷത്തിൽ 150.7 കോടി രൂപയായിരുന്നു നഷ്ടമെങ്കിൽ 2015-2016 വർഷത്തിൽ ഇത് 613.14 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം ദിവസവും കട്ടപ്പുറത്താകുന്ന വണ്ടികളുടെ എണ്ണവും വർദ്ധിച്ചാണ് വരുന്നത്. പോരായ്മകൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള നടപടികൾ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതാണ് KSRTC നേരിടുന്ന പ്രധാന പ്രതിസന്ധി. KSRTCയെ ശരിയാക്കാനുള്ള നടപടികൾ ഇടതു സർക്കാർ ഇനിയെങ്കിലും ആരംഭിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഈ ആനവണ്ടികൾ വെറും ഓർമ്മ മാത്രമായി മാറും. തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.